ഈ ആയത്തിൻ്റെ തഫ്സീർ നമ്മൾ തുടർത്തുമ്പോൾ അസ്സമാ എന്ന പ്രയോഗം ഇവിടെ വന്നു. തുടക്കത്തിൽ അസ്സമാവാത്ത് എന്ന പ്രയോഗവും വന്നു. സമാഇൻ്റെ ബഹുവചനമാണ് അസ്സമാവാത്ത്. ആയത്തിൻ്റെ കൂർവയിൽ തുടക്കത്തിൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാതി വൽ അർദ്, അവിടെ അസ്സമാവാത്ത് എന്ന് പറഞ്ഞു. ആ തുടർച്ചയിൽ ദൃഷ്ടാന്തങ്ങളെ എണ്ണി വരവെ നമ്മൾ ഓതി വമാ അൻസലല്ലാഹു മിനസ്സമാഇ മിമ്മാഇൻ എന്ന്. ഇവിടെ മിനസ്സമാ എന്നും വന്നു. തുടക്കത്തിൽ അസ്സമാവാത്ത് എന്ന് പറഞ്ഞു, പിന്നീട് ഇവിടെ അസ്സമാ എന്ന് പറഞ്ഞു. അസ്സമാ എന്നുള്ളത് ഏകവചനമാണ്. തുടക്കത്തിൽ പറഞ്ഞ അസ്സമാവാത്ത് എന്നത് ബഹുവചനവുമാണ്. ഇങ്ങനെ ഏകവചനവും ബഹുവചനവും വിശുദ്ധ ഖുർആനിൽ പ്രയോഗം വന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ബഹുവചനം പ്രയോഗിച്ചിടത്തും അതേപോലെ ഏകവചനം പ്രയോഗിച്ചിടത്തും എന്താണ് പ്രയോഗത്തിൻ്റെ പ്രത്യേകത, അതിൽ നമുക്ക് മനസ്സിലാക്കുവാനുള്ള വിഷയങ്ങൾ എന്ത്? ചില പ്രാമാണികർ ഈ ഒരു പ്രത്യേകതയെ പ്രത്യേകം പ്രതിപാദിച്ചിട്ടുണ്ട്. നമ്മൾ അതുകൂടിയാണ് ഈ തുടർച്ചയിൽ മനസ്സിലാക്കുന്നത്. നമ്മുടെ ഈ ആയത്തിൽ വന്നതുപോലെ തുടക്കത്തിൽ സമാവാത്ത് എന്ന ബഹുവചനം, തുടർന്ന് സമാ എന്ന ഏകവചനം പല വചനങ്ങളിൽ വന്നിട്ടുണ്ട് വിശുദ്ധ ഖുർആനിൽ. സൂറത്തുൽ ബഖറയിലെ ഈ വചനത്തിൽ നമ്മൾ അത് ശ്രവിച്ചു. മറ്റൊരു വചനം സൂറത്ത് ഇബ്രാഹിമിൽ 32-ാം വചനം, അല്ലാഹുല്ലദീ ഖലഖസ് സമാവാതി വൽ അർള വഅൻസല മിനസ് സമാഇ മാഅൻ ഫഅഖ്റജ ബിഹി മിനസ് സമറാത്ത്. ഇവിടെ തുടക്കത്തിൽ ഖലഖസ് സമാവാത്ത്, തുടർന്ന് പിന്നീട് വഅൻസല മിനസ് സമാ, ബഹുവചനവും ഏകവചനവും. സൂറത്ത് നംലിൻ്റെ 60-ൽ അമ്മൻ ഖലഖസ് സമാവാതി വൽ അർള വഅൻസല ലക്കും മിനസ് സമാഇ മാഅ, തുടക്കത്തിൽ ഖലഖസ് സമാവാത്ത്, പിന്നീട് മിനസ് സമാ, ബഹുവചനവും ഇവിടെ ഏകവചനവും. ലുഖ്മാനിലെ 10-ാമത്തെ വചനം ഖലഖസ് സമാവാതി ബിഗൈരി അമദിൻ തറൗനഹ വഅൽഖാ ഫിൽ അർളി റവാസിയ അൻ തമീദ ബികും വബസ്സ ഫീഹാ മിൻ കുല്ലി ദാബ്ബ വഅൻസൽനാ മിനസ് സമാഇ മാഅൻ ഫഅംബത്നാ ഫീഹാ. ഇവിടെ തുടക്കത്തിൽ ഖലഖസ് സമാവാത്ത്, അവിടെ ബഹുവചനം വഅൻസൽനാ മിനസ് സമാ എന്നിടത്ത് ഏകവചനം. ഇതേപോലെ വേറെയും വചനങ്ങൾ. ഹദീദിൽ 4-ാമത്തെ വചനം ഹുവല്ലദീ ഖലഖസ് സമാവാതി വൽ അർള ഫീ സിത്തത്തി അയ്യാമിൻ സുമ്മ സ്തവാ അലൽ അർശി യഅലമു മാ യലിജു ഫിൽ അർളി വമാ യഖ്റുജു മിൻഹാ വമാ യൻസിലു മിനസ് സമാഇ വമാ യഅ്റുജു ഫീഹാ. തുടക്കത്തിൽ ഖലഖസ് സമാവാത്ത്, പിന്നീട് ഇവിടെ വമാ യൻസിലു മിനസ് സമാ, ഏകവചനം. ഇത് സമാവാത്ത് എന്ന ബഹുവചനവും സമാ എന്ന ഏകവചനവും ഒരേ വചനത്തിൽ, ബഹുവചനം ആദ്യത്തിലും ഏകവചനം പിന്നീടും വന്ന ആയത്തുകളാണ്. വിശുദ്ധ ഖുർആനിൽ സമാവാത്ത് പ്രയോഗം വന്ന മറ്റു വചനങ്ങളുണ്ട്. അവിടെ സമാവാത്ത് എന്നേ പ്രയോഗമുള്ളൂ. തുടർന്ന് അസ്സമാ എന്നുള്ള ഏകവചനം ഈ കേട്ട വചനങ്ങളിൽ പോലെ വന്നിട്ടില്ല. ഉദാഹരണത്തിന് ഖാല അലം അഖുൽ ലക്കും ഇന്നി അഅലമു ഗൈബസ് സമാവാതി വൽ അർദ്, അതേപോലെ അലം തഅലം അന്നല്ലാഹ ലഹു മുൽക്കുസ് സമാവാതി വൽ അർദ്, അവിടെ ഗൈബുസ് സമാവാത്ത്, ഇവിടെ മുൽക്കുസ് സമാവാത്ത്. അതേപോലെ വഖാലു ഇത്തഖദല്ലാഹു വലദ ബല്ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് ബല്ലഹു മാ ഫിസ് സമാവാത്ത്. ഇതേപോലെ ബദീഉസ് സമാവാതി വൽ അർദ് ബദീഉസ് സമാവാത്ത്. നമ്മളുടെ ഈ ആയത്തിൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാത്ത്, ആയത്തുൽ കുർസിയിൽ അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം ലാ തഅഖുദുഹു സിനതുൻ വലാ നൗമുൻ ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്. അതിന്റെ തുടർച്ചയിൽ തന്നെ വയഅലമു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ്, 2 തവണ സമാവാത്ത് എന്നാണ് വന്നത് ആയത്തുൽ കുർസിയിൽ. അപ്പോൾ ഈ വചനങ്ങൾ ഇവിടെ സമാവാത്ത് എന്ന ബഹുവചന രൂപങ്ങൾ മാത്രമാണ് വന്നത്. എന്നാൽ ഏകവചനം അസ്സമാ എന്ന് മാത്രം വന്ന വചനങ്ങളുണ്ട്. സൂറത്തുൽ ബഖറയിൽ നമ്മൾ പഠിച്ചു പോയി ഔ കസ്സയ്യിബിൻ മിനസ് സമാഇ ഫീഹി ദുലുമാതുൻ വറഅദുൻ വബർഖ്. അതേപോലെ ഫഅൻസൽനാ അലല്ലദീന ളലമു റിജ്സൻ മിനസ് സമാ യസ്അലുക അഹ്ലുൽ കിതാബി അൻ തുനസ്സില അലൈഹിം കിതാബൻ മിനസ് സമാ ഹൽ യസ്തതിഉ റബ്ബുക അൻ യുനസ്സില അലൈനാ മാഇദതൻ മിനസ് സമാ. ഇങ്ങനെ ചില ഉദാഹരണങ്ങൾ മാത്രമാണ്. അസ്സമാ എന്ന് ഏകവചനം പ്രയോഗിക്കപ്പെട്ട വചനങ്ങളും വിശുദ്ധ ഖുർആനിലുണ്ട്. ഇവിടുത്തെ വിഷയം അസ്സമാവാത്ത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രയോഗിച്ച സന്ദർഭങ്ങൾ നോക്കൂ നിങ്ങൾ. അതേപോലെ അസ്സമാ എന്ന ഏകവചനം വന്ന ആ സന്ദർഭങ്ങളും നോക്കൂ. അള്ളാഹുവിൻ്റെ കഴിവിനെയും
സൃഷ്ടിപ്പിനെയും അറിവിനെയും, അറിവിൻ്റെ വൈപുല്യം വിശാലത, കഴിവിൻ്റെ വൈപുല്യം വിശാലത, സൃഷ്ടിപ്പിൻ്റെയും ഉടമസ്ഥതയുടെയും വൈപുല്യം വിശാലത, ഇതാണ് അസമാവാത്ത് പ്രയോഗിക്കപ്പെട്ടിടത്ത് നമ്മൾ വായിക്കുന്ന വിഷയം. വാനങ്ങളുടെ സൃഷ്ടിപ്പ്, അതിന് അള്ളാഹുവിൻ്റെ കഴിവ്, ആ കഴിവിൻ്റെ വലുപ്പം, മഹത്വം. അതേപോലെ അള്ളാഹുവിൻ്റെ അറിവിൻ്റെ വലിപ്പം. ലഹു ഗൈബുസ്സമാവാത്ത് യഅലമു മാ ഫിസ്സമാവാത്ത്. അതേപോലെ അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ സൃഷ്ടിപ്പ്, ഉടമസ്ഥത, അതിൻ്റെ വലിപ്പം. ലഹു മാ ഫിസ്സമാവാത്ത് ഫീ ഖൽഖിസ്സമാവാത്ത്. നോക്കൂ നിങ്ങൾ, അള്ളാഹു സുബ്ഹാനഹു വതആലയുടെ കെൽപ്പിനെ, അറിവിനെ, സൃഷ്ടിപ്പിനെ ഒക്കെ അറിയിക്കുവാനാണ് ഈ സമാവാത്ത് എന്നുള്ള ബഹുവചനങ്ങളുടെ പ്രയോഗം വന്നിടത്ത് വചനങ്ങൾ ഉള്ളത്. എന്നാൽ അസ്സമാ എന്ന് ഏകവചനം വന്നിടത്ത് അള്ളാഹു സുബ്ഹാനഹു വതആലയിലേക്ക് കയറുന്ന, അള്ളാഹുവിൽ നിന്ന് അവതീർണമാകുന്ന, ആ അവതീർണമാകുന്നത് നന്മയാകട്ടെ തിന്മയാകട്ടെ, അവതീർണമാകുന്നത് എന്തെങ്കിലും ആശയങ്ങളും ആദർശങ്ങളുമാകട്ടെ, അതല്ല എന്തെങ്കിലും വസ്തുക്കളും ദ്രവ്യങ്ങളുമാകട്ടെ, ഇതൊക്കെയാണ് വിഷയം. ഇപ്പോൾ ഇവിടെ ഈ വചനത്തിൽ ഇന്ന ഫീ ഖൽഖിസ് സമാവാത്ത് എന്ന് പറഞ്ഞതുപോലെ സമാവാത്ത് ബഹുവചനമാണ്. അള്ളാഹുവിൻ്റെ സൃഷ്ടിപ്പ്, അതിൻ്റെ മഹാത്മ്യം, അതിൻ്റെ വൈപുല്യം, അതിനെ അറിയിക്കും ഇതാണ് പ്രയോഗം. എന്നാൽ തുടർന്ന് സമാ വന്നു. വമാ അൻസലല്ലാഹു മിനസ് സമാഇ മിൻ മാഇൻ. സമായിൽ നിന്ന് അള്ളാഹു അവതരിപ്പിച്ച വെള്ളം, സമായിൽ നിന്ന് അവതരിപ്പിച്ചത്. അതേപോലെ കിതാബ മിനസ് സമാ, ആകാശത്തിൽ നിന്നൊരു കിതാബിനെ അവതരിപ്പിക്കുന്നത്. മാഇദത മിനസ് സമാ, സമായിൽ നിന്ന് ഒരു മാഇദയെ, ഭക്ഷണ തളികയെ അവതരിപ്പിക്കുന്നത്. സുല്ലമൻ ഫിസ്സമാ, ആകാശത്തിലേക്കൊരു ഏണി നിശ്ചയിക്കുന്ന വിഷയം. വമാ യൻസിലു മിനസ് സമാ, ആകാശത്തിൽ നിന്ന് ഇറങ്ങുന്നതെല്ലാം. വമാ യഅറുജു ഫീഹ, ആകാശത്തിലേക്ക് കയറുന്നതെല്ലാം. നോക്കൂ നിങ്ങൾ, ഈ രണ്ട് പ്രയോഗവും വിശുദ്ധ ഖുർആനിൽ വന്നപ്പോൾ അത് പ്രയോഗിച്ചതിലെ വിഷയങ്ങളിലെ വ്യത്യാസങ്ങൾ, ഈ ഒരു സൂക്ഷ്മ വായന പണ്ഡിതന്മാർ നമ്മുടെ ഈ വചനം പോലുള്ളതായ വചനങ്ങളിൽ നടത്തിയത് വായിക്കാനും പഠിക്കാനും സാധിച്ചതിനാൽ അത് ഞാൻ നിങ്ങളുടെ ശ്രദ്ധയിലൊന്ന് കൊണ്ടുവന്നു എന്ന്. നമ്മുടെ ഈ ഒരു വചനം, ഈ ഒരു ബഹുവചനം അസ്സമാവാത്ത് എന്നതിനെയും ഇപ്പോൾ നമ്മൾ പഠിച്ച അസ്സമ എന്ന ഏകവചനം അതിനെയും ഉൾക്കൊണ്ടതിനാൽ ഈ ഒരു പഠനം ഇവിടെ ഒന്ന് ഉണർത്തി